ആഭ്യന്തര കലാപത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇനി ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് വായ തുറക്കരുത് എന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂനസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ത്യയെ ഏത് രീതിയിൽ ബാധിക്കാനാണ് സാധ്യത? ഇന്ത്യയെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് ചോദിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മുഹമ്മദ് യൂനസ് പറഞ്ഞൊരു കാര്യമുണ്ട്. മുഹമ്മദ് യൂനസ് അത് ഹസീനയോടാണ് പറഞ്ഞതെങ്കിലും അത് ഇന്ത്യക്ക് നേരെയുള്ള ഒരു സന്ദേശം കൊടുക്കൽ കൂടിയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാരണം നിങ്ങൾ ഹസീനയെ സംരക്ഷിക്കുന്നുണ്ട്, നിങ്ങൾ ഹസീനയിലൂടെ നിങ്ങളുടെ അജണ്ട നടപ്പിലാക്കുന്നുണ്ട്, അത് നിങ്ങൾ നിർത്തിക്കോളൂ. അപ്പോൾ അങ്ങനെ ഒരു താക്കീതോ അല്ലെങ്കിൽ സന്ദേശമോ ഈ യൂനുസ് കൊടുക്കുന്നതിൻ്റെ പിന്നിൽ നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ട്, ബംഗ്ലാദേശും ഇന്ത്യയും ആയിട്ട് നല്ല ബന്ധമുണ്ട്, ആ ഒരു ബന്ധത്തിൽ ഉലച്ചിൽ തട്ടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നതാണ് ഇന്ത്യയോട് യൂനുസ് പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഹസീന ഇന്ത്യയിലേക്ക് തന്നെ വന്നത്, ഇന്ത്യയിൽ ഇവിടെ അഭയം തേടിയതെന്ന് നമ്മൾ പരിശോധിക്കണം. കാരണം ഹസീന ഇന്ത്യയിൽ തുടർച്ചയായി നിൽക്കാൻ ഉദ്ദേശിച്ച ഒരാളല്ല, മറ്റൊരു വിദേശ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി ഇടത്താവളമായി ഇന്ത്യയിൽ ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഹസീന എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ അജിത് ഡോവലിൻ്റെ തന്ത്രം എന്ന് പറയുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ഹസീനയെ ഇവിടെ ഇറക്കിയത് അജിത് ഡോവലാണ് എന്ന് പറയപ്പെടുന്നു. കാരണം അജിത് ഡോവൽ ഇവിടെ ഹസീനയെ ഇറക്കിയത് മുതൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ, അതായത് ന്യൂനപക്ഷമായിരുന്ന ഹിന്ദുക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയൊരു സർക്കാരാണ് ഹസീനയുടെ സർക്കാർ. അപ്പോൾ ഹസീനയുടെ ആ ഒരു ന്യൂനപക്ഷത്തെ അനുകൂലിച്ച് മുന്നോട്ട് പോവുകയും ഇന്ത്യയുമായി ഏറ്റവും നല്ല ബന്ധം പുലർത്തുകയും ചെയ്ത ഒരു ഗവൺമെൻറ്റിൻ്റെ തലവൻ, അല്ലെങ്കിൽ ഒരു തലവയായിട്ടുള്ള, എന്താ പറയുക, തലൈവിയായിട്ടുള്ള ഒരാളെ അങ്ങ് ഞങ്ങൾ കൈവിടില്ല എന്നൊരു സന്ദേശം, അല്ലെങ്കിൽ ഒരു സന്ദേശം ബംഗ്ലാദേശിന് ഇന്ത്യ കൊടുക്കുകയാണ് ചെയ്തത്. അതിലൂടെ ഇന്ത്യ ഒന്ന് രണ്ട് കാര്യങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്. കാര്യം, ഇന്ത്യ പറയുന്നു, ഇപ്പം ഹസീന ഞങ്ങളുടെ അഭയം, അല്ലെങ്കിൽ ഹസീന ഇന്ത്യയിൽ അഭയം സ്വീകരിച്ച് കഴിയുന്നു, അവിടെയുള്ളത് ഒരു മുസ്ലിം അനുകൂല ഭരണകൂടമാണ് വന്നിട്ടുള്ളത്. അവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഒരു ന്യൂനപക്ഷ ആളുകളെല്ലാം ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് അവിടുത്തെ സംവരണ വിരുദ്ധ പ്രക്ഷോഭം പോയി. സംവരണ വിരുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു പ്രക്ഷോഭം, അതായത് അവിടുത്തെ പാകിസ്ഥാനിൽ നിന്ന് പുതിയൊരു രാജ്യം വേണമെന്ന് പറഞ്ഞ് വിമോചന സമരം തുടങ്ങിയ സമയത്ത് അവിടെയുള്ള ആ വിമോചന സമരത്തിൽ പങ്കെടുത്തവർക്ക് അവർ എത്രയാണ് 30% അങ്ങനെ സംവരണം കൊടുക്കുകയാണ് എല്ലാ വിഷയത്തിലും. ഓക്കെ, നമുക്ക് അംഗീകരിക്കാം. അത് കഴിഞ്ഞിട്ട് അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും അതിനിപ്പുറത്തെ ആളുകൾക്കെല്ലാം സംവരണം കൊടുത്തപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരികയും അവിടെ തുടങ്ങിയ സമരമാണ്. ആ സമരത്തെ നമുക്ക് അത്തരം സംവരണ വിരുദ്ധ പ്രക്ഷോഭം എന്ന് നമുക്ക് ന്യായീകരിച്ച് പറയാമെങ്കിലും അവിടെ നിന്ന് തുടങ്ങി അതങ്ങ് ഏറ്റെടുത്തത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ അവിടെ ആര് നിരോധിച്ചു? ഈ ഹസീനയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആ തീവ്രവാദ ഗ്രൂപ്പിനെ അവർ നിരോധിക്കുകയാണ്. അങ്ങനെ നിരോധിച്ചു നിൽക്കുന്ന സമയത്താണ് ഈ സംവരണ വിരുദ്ധ പ്രക്ഷോഭം ഇവിടെ വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ട് ആരംഭിക്കുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ട് ആരംഭിച്ചു വന്ന ഈ പ്രക്ഷോഭം പിന്നീട് പടർന്നത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി, ഹസീനയെ വലിച്ചു താഴെയിടുക എന്നുള്ള നിലയിലേക്ക് അവിടെ വളർന്നു. അങ്ങനെ വളരുകയും അത് വളരെ കൃത്യമായി നടപ്പിലാക്കുകയും ഹസീന രാജ്യം വിടേണ്ടി വരികയും ചെയ്തതോടുകൂടി ഒരുപാട് ഹിന്ദു ന്യൂനപക്ഷങ്ങളെ അവിടെ ബലാത്സംഗം ചെയ്തു, കെട്ടിത്തൂക്കി, ക്രൂരമായി ആക്രമിക്കുന്ന രീതി നമ്മൾ കണ്ടു. ഇതൊക്കെ കാണുന്ന സമയത്തും ഇന്ത്യ മൗനമായി ഈ സാധനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നീട് ഇന്ത്യ കൃത്യമായി പ്രതികരിച്ചു. ഇനി അവിടെ ഒരു പ്രശ്നമുണ്ടായാൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും എന്നുള്ള നിലയിലുള്ള നേരിട്ടല്ലെങ്കിലും അനൗദ്യോഗികമായിട്ടുള്ള താക്കീതൊക്കെ ഇന്ത്യ അവർക്ക് കൊടുത്തു. അപ്പോൾ അവിടെ ഒരു നോബൽ സമ്മാന ജേതാവായിട്ടുള്ള മുഹമ്മദ് യൂനുസിനെ അവിടുത്തെ ഇടക്കാല സർക്കാരിൻ്റെ തലവനാക്കി ഇവർ വെച്ചത് ഒരു രാഷ്ട്രങ്ങൾക്കെല്ലാം ഒരു സന്ദേശം ഒരു നല്ല സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം പോലും ആദ്യം ചെയ്തത് എന്താ? അവിടുത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം എടുത്തു മാറ്റുന്നു. അവിടെ ഒരു വലിയ ഭീകരനെ, അതായത് എനിക്ക് തോന്നുന്നു ഹിസ്ബുള്ളയോ അങ്ങനെ എന്തോ ആണ്, ആ ലഷ്കർ ഹിസ്ബുള്ള അങ്ങനെയുള്ള ഒരു ഭീകരനെ ജയിലിൽ നിന്ന് അവർ മോചിപ്പിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു മതപരമായിട്ടുള്ള ഒരു ഭരണകൂടത്തെ ബംഗ്ലാദേശിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഇന്ത്യയിൽ നിൽക്കുന്ന ഹസീന അതിനെതിരായി കൊണ്ട് കൃത്യമായി ശബ്ദിക്കുന്നു. അത് ഇവർക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ അവിടെ ഒരു അരക്ഷിതാവസ്ഥയാണ് ഉള്ളത് എന്ന ഒരു ബോധ്യം മറ്റ് രാജ്യങ്ങൾക്കുണ്ടാവും. അത് ഇവർക്ക് ബുദ്ധിമുട്ട് വരും. അങ്ങനെയാണ് ഇവർ ഈ ഒരു പ്രതികരണത്തിലേക്ക് നിൽക്കുന്നത്. അത് അവരെ അസ്വസ്ഥമാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ മുഹമ്മദ് യൂനുസിന് ഒരു തലവേദനയായി തന്നെ മാറിയല്ലേ ഈ ഹസീന? ഈ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിനെ ഒരു കലാപഭൂമിയാക്കി മാറ്റിയത് ഹസീനയാണെന്നുള്ള ഒരു പ്രചരണം ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, അതായത് ഖാലിസയുടെ പാർട്ടി അവിടെ പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ്
ഇന്ത്യയുമായി ഏറെ സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യമാണെങ്കിലും ഹസീന പിന്തുണയ്ക്കുന്ന അവാമി പാർട്ടിയുമായി ഇന്ത്യക്ക് വലിയ താല്പര്യമില്ല. ഹസീനയെ ഇന്ത്യക്ക് താല്പര്യമാണ്. ഹസീനയുടെ കുടുംബത്തെയും തലമുറക്കാരെയും ഒക്കെ താല്പര്യമാണെങ്കിലും ഹസീന നിൽക്കുന്ന പാർട്ടിയോട് ഇന്ത്യക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യയെ ഒന്നും ചെയ്യാൻ ബംഗ്ലാദേശിന് കഴിയില്ല. കാരണം നമ്മുടെ സുരക്ഷാ സേന എല്ലാം കൂടി കയറി മേഞ്ഞാൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ കയ്യിൽ ഇരിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യയെ തൊട്ട് കളിക്കാനൊന്നും യൂനസ് മെനക്കെടില്ല എന്നുള്ളത്. പക്ഷേ ഇവിടെ ഹസീന ഇനി മിണ്ടിപ്പോകരുത് എന്ന് യൂനസ് പറയുമ്പോൾ അവിടെ ചില താല്പര്യങ്ങൾ, അതായത് ഈ ഫണ്ടിങ് ഒക്കെ, അതായത് ബംഗ്ലാദേശിനെ കലാപഭൂമിയാക്കാൻ ഫണ്ടിങ് വന്നത് അമേരിക്കയിൽ നിന്നാണെന്നും ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ചൈനയാണ് എന്നൊക്കെയുള്ള പ്രചാരണം നിലനിൽക്കുകയാണ്. പാകിസ്ഥാനും ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിനെ തിരിക്കുവാനുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഈ യൂനസ് പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് ഹസീനയ്ക്ക് അഭയം കൊടുത്ത ഇന്ത്യയെ ഞങ്ങൾ ശത്രുവായി കാണും, അതുകൊണ്ട് ഹസീന മിണ്ടരുത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യ ഭരിക്കുന്നത് ആരാണ് എന്ന് ചിന്തിക്കാതെയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള താക്കീത്, നേരത്തെ പ്രീത പറഞ്ഞതുപോലെ സന്ദേശത്തിനപ്പുറം ഒരു താക്കീതാണ് അതിൽ നിലനിൽക്കുന്നത്. ആ താക്കീത് യൂനസ് നൽകുന്നത് ഇന്ത്യക്ക് കൂടിയാണ്. അതായത് അവിടെ ഇരുന്നുകൊണ്ട് ഹസീന അഫ്ഗാനിസ്ഥാനായി ബംഗ്ലാദേശിനെ മാറ്റരുത് എന്ന് പറയുന്നുണ്ട്. കാരണം ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഒരു ഭരണമൊക്കെ അങ്ങനെയാണ്. അഫ്ഗാനിസ്ഥാനിലെ ഭരണം നമുക്കറിയാം, സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല. വളരെ ക്രൂരമായാണ് അവിടുത്തെ സർക്കാർ നേരിടുന്നത് എന്നുള്ളത് നമ്മളൊക്കെ കാണുന്നതാണ്. ഓരോ ദിവസം വരുന്ന വാർത്തകളൊക്കെ അങ്ങനെയാണ്. അതുപോലെ ബംഗ്ലാദേശിനെ മാറ്റാനുള്ള വഴികൾ, പ്രത്യേകിച്ച് ചൈനയ്ക്ക് അവരുടെ ഇടനാഴികളിലൂടെ വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുവാനുള്ള സാഹചര്യം, ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ എങ്ങനെയും ഇന്ത്യയെ മാറ്റി നിർത്തുക. അപ്പോൾ ആ മാറ്റി നിർത്തൽ ഹസീന അവിടെ ഇരുന്ന് മിണ്ടിയാൽ, ഹസീനയെ ഇനി ശബ്ദിച്ചാൽ ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യുമെന്ന് പറയുന്നത് ഇന്ത്യക്ക് കൂടിയുള്ള ഒരു താക്കീതായിട്ടാണ് യൂനസ് നൽകുന്നത്. എന്തായാലും ഹസീന വീണ്ടും ഈ ബംഗ്ലാദേശിലെത്തി ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാവാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള സാധ്യതകളുണ്ട്. കാരണം ഇവിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ചാണക്യനായ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് വെറും 45 മിനിറ്റ് തരാം, നിങ്ങൾ രാജ്യം വിട്ട് പോകണമെന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്ക് ഞാൻ പോകുമെന്നുള്ള ചിന്ത വന്നപ്പോൾ ആദ്യം ഹസീനയുടെ മുന്നിലേക്ക് വന്നത് ഇന്ത്യയിലേക്ക് പോകാം, അഭയം. ബാക്കി എല്ലായിടത്തും കൈനീട്ടിയപ്പോൾ അവരൊക്കെ മുഖം തിരിച്ചു. പക്ഷേ ഇന്ത്യ ധൈര്യമായി വരും, ഞങ്ങളിവിടെ ഉണ്ട് എന്ന് ഹസീനയോട് പറഞ്ഞ് ഹസീനയെ അത്രത്തോളം സ്വീകരിച്ച ഒരു രാജ്യമാണ്. മാത്രമല്ല ഈ പ്രധാനമന്ത്രി രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷം 2 തവണയാണ് ഹസീന ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. ആ സമയത്ത് ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാണ്. ആദ്യ തവണ മോദിയുടെ സത്യപ്രതിജ്ഞാ തടങ്കിലാണ്. രണ്ടാമത് വന്നതിൻ്റെ കാരണം അജിത് ഡോവൽ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾക്കെതിരെ ഒരു പട ബംഗ്ലാദേശിൽ ഒരുങ്ങുന്നുണ്ട്, അതുകൊണ്ട് അതിനെ നിങ്ങളുടെ സൈനിക മേധാവി ഉൾപ്പെടെയുള്ളവരാണ് ആ പടയ്ക്ക് നേതൃത്വം നൽകുന്നത്, അതുകൊണ്ട് നിങ്ങൾ കരുതിയിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞു കൊടുത്തത്. പക്ഷെ ആ സമയത്ത് ഡോവലിന്റെ വാക്കുകൾ കൃത്യമായി കേൾക്കാൻ ഈ ഹസീന ചെവി കൊടുത്തില്ല. അതിന്റെ ഫലമാണ് ഇന്ന് ഹസീനയ്ക്ക് ഇന്ത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നത്. തീർച്ചയായിട്ടും ഇവരൊക്കെ ഒന്നിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഹസീനയെ വീണ്ടും ഹസീന ബംഗ്ലാദേശിലേക്ക് എത്തിയാൽ മാത്രമേ ഇന്ത്യക്ക് ഒരു സൗഹൃദപരമായ രീതിയിൽ ബംഗ്ലാദേശുമായി നീങ്ങാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഈ യൂനസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത്തരത്തിൽ ഈ ഹസീന ഉള്ള സമയത്തുള്ള ഒരു സൗഹൃദമൊന്നും ഇന്ത്യയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അനുകൂലമായ ഇപ്പോൾ മുഹമ്മദ് യൂനസ് ഇടക്കാല സർക്കാരായി വന്നപ്പോൾ പ്രധാനമന്ത്രി അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചു, രംഗത്തെത്തിയിരുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ തുടക്കത്തിൽ തന്നെ ഹസീനയ്ക്ക് അഭയം കൊടുത്തതിന് ഇടക്കാല സർക്കാരിന് മുന്നേ യൂനസ് ബംഗ്ലാദേശിൽ എത്തുന്നതിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിമർശിച്ചുകൊണ്ടാണ് വരുന്നത്. യൂനസിനെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ഇന്ത്യയോട് അത്ര താല്പര്യമില്ല. അവർക്ക് ചൈനയോടും അമേരിക്കയോടും പാകിസ്ഥാനോടും ഒക്കെയാണ് അവരുടെ കൂറ്. ഇന്ത്യയോട് അവർക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല, സൗഹൃദ രാജ്യമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും. പക്ഷേ ഇനി ബംഗ്ലാദേശിന്റെ ഭരണം ഹസീനയുടെ കയ്യിലേക്ക് എത്തുമെന്ന് തോന്നുന്നുണ്ടോ?
ബംഗ്ലാദേശിൻ്റെ ഭരണം ഹസീനയുടെ കൈകളിൽ എത്തിക്കൂടായികയില്ലായികയില്ല എന്നാണ് പറയാനുള്ളത്. കാരണം ഇവിടുത്തെ ഈ ബംഗ്ലാദേശിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ പല തവണ അവിടെ പട്ടാള അട്ടിമറികൾ ഉണ്ടായി എന്നുള്ളതാണ്. വീണ്ടും ഇവർ തിരിച്ചു വരുന്നു. എനിക്ക് തോന്നുന്നു അവിടുത്തെ രാഷ്ട്രപിതാവായിട്ടുള്ള മുജീബുൾ റഹ്മാൻ എന്ന് പറയുന്ന പാകിസ്ഥാനിൽ നിന്ന് അതായത് പാകിസ്ഥാൻ രാഷ്ട്രത്തിനെതിരായിക്കൊണ്ട് അവിടെ നിന്ന് വിമോചന സമരം നടത്തി ബംഗ്ലാദേശ് ഉണ്ടാക്കുകയും അവിടെ അവരുടെ രാഷ്ട്രപിതാവായിട്ട് അറിയപ്പെടുകയും ചെയ്ത ഇവരുടെ ഹസീനയുടെ ഇവരായിട്ടുള്ള ഈ വ്യക്തി പിതാവിൻ്റെ പിതാവോ അച്ഛനാണ്. ഓക്കെ, അവർ നടത്തിയിട്ടുള്ള ചില നീക്കങ്ങളുണ്ട് അവിടെ. അപ്പോൾ അവർ അവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ചില നേട്ടങ്ങൾ ബംഗ്ലാദേശിനെ ഉണ്ടാക്കിയത്, അവിടെ ബംഗ്ലാദേശിനെ സൃഷ്ടിച്ചത്, അവിടുത്തെ സൗകര്യങ്ങൾ ഒരുക്കിയത്, അവിടുത്തെ ജനതയെ ചേർത്ത് പിടിച്ചതൊക്കെ ഇവരുടെ കുടുംബവും അതുപോലെ തന്നെ ഇവരുടെ രാഷ്ട്രീയവും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങ് ബംഗ്ലാദേശിന് ഇവരെ വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങ് തള്ളിക്കളയാനോ ഒന്നും പറ്റാത്ത സാഹചര്യം കൃത്യമായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ അവിടെ നടക്കുന്നത് ഒരു മത രീതിയിലുള്ള രാഷ്ട്രീയമാണ്. പ്രത്യക്ഷത്തിൽ അവർ അതിൽ വന്നില്ലെങ്കിൽ കൂടിയും ഉള്ളിൽ കൂടി അവർ നടത്തുന്നത് ഇത് കൃത്യമാണ്. പിന്നെ മോദി പറഞ്ഞു എന്ന് പറഞ്ഞില്ല, മോദി അഭിനന്ദനമൊക്കെ അറിയിച്ചത് ഒരു രാഷ്ട്രീയ മര്യാദയുടെയും ഒരു ലോക മര്യാദയുടെ ഒക്കെ ഭാഗമായിട്ട് അറിയിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിലപ്പുറത്തേക്ക് അതിന് വേറെ മാനങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. മോദി ശരിക്കും ഷെയ്ഖ് ഹസീനയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? അവരെ ഇവിടെ സ്വീകരിച്ചു, അവർക്ക് ഇവിടെ സംരക്ഷണം ഒരുക്കുന്നു. അപ്പോൾ നമ്മുടെ BJP സർക്കാർ, ഇന്ത്യൻ സർക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ BJPക്കാരായിട്ടുള്ളവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന മറ്റൊരു വിഷയമുണ്ട്. ഇന്ന് അവിടെ സംഭവിച്ചത് ഇവിടെ ഇന്ത്യയിൽ സൂക്ഷിക്കണം, ഇന്ത്യക്കാർ സൂക്ഷിക്കണം എന്നൊരു സന്ദേശം പകരുന്നുണ്ട്. കാരണം ഇപ്പം അവിടുത്തെ രാഷ്ട്രപിതാവാണ് അപമാനിക്കപ്പെടുന്നത്. ഇവിടുത്തെ BJPക്കാരാണ് എന്ന് തോന്നുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പറയുന്നത് മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അധിക്ഷേപിക്കുന്ന രീതിയിലും ഇവിടുത്തെ ആ ഒരു കുടുംബവാഴ്ച ഇപ്പം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു കുടുംബവാഴ്ചയായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താം, ഇവിടുത്തെ ഒരു കുടുംബവാഴ്ചയ്ക്കെതിരെ. അപ്പോൾ നമ്മുടെ BJP സർക്കാർ അതിനെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇവിടെയുള്ള പല BJP പ്രൊഫൈലുകളും പറയുന്നത് നമ്മുടെ രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്ന രീതിയിലുള്ള പല പ്രവണതകളും കാണുന്നുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ബംഗ്ലാദേശിൽ ഹസീനയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവരുടെ രാഷ്ട്രപിതാവിനെ ആ പ്രതിമയടക്കം അവർ തകർത്തു. അപ്പോൾ ആ രീതിയിൽ മാത്രമല്ല ആ പ്രതിമയുടെ മുകളിൽ കയറിയിരുന്നവർ മൂത്രമൊഴിച്ചു. എത്ര ഹീനമായ ഒരു പ്രവൃത്തിയാണ്. അതേ രീതിയിൽ നമ്മുടെ രാഷ്ട്രപിതാവിനെ ഇവിടുത്തെ പല സോഷ്യൽ മീഡിയകളിലും അധിക്ഷേപിക്കുന്നുണ്ട്. അതായത് BJPയുടെ ഗവൺമെന്റ് അതിനെ എതിർക്കുന്ന സമയത്ത് പോലും, അതായത് അവിടെ നടന്ന അവരുടെ രാഷ്ട്രപിതാവിനെതിരായിക്കൊണ്ടുള്ള ആക്രമണങ്ങൾ, ആ പ്രതിമയ്ക്കെതിരായിക്കൊണ്ടുള്ള ആക്രമണങ്ങളെ അപലപിക്കുന്നു, ഹസീനയെ ചേർത്ത് നിർത്തുന്നു, ആ കുടുംബത്തെ അനുകൂലിക്കുന്നൊക്കെ ചെയ്യുമ്പോഴും ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്, ഇവിടെ ഒരു കുടുംബ സർക്കാർ ഉണ്ടായിരുന്നു, ഒരു മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്നു. അവരെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരും അവരുമായി ബന്ധപ്പെട്ട സൈബർ ഗ്രൂപ്പുകളും അംഗങ്ങളും അണികളും ഒന്നും തന്നെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെതിരെ പറയുന്നു എന്നതാണല്ലോ ഇപ്പോൾ പുറത്തു വന്ന വളരെ മോശമായി പറയുന്നു എന്നാണല്ലോ. അത് ഒന്നാമത്തത്, ഈ RSS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമോ BJPയോ പ്രത്യക്ഷത്തിൽ ഈ മഹാത്മാഗാന്ധിക്കെതിരായിക്കൊണ്ടോ രാഷ്ട്രപിതാവിനെതിരായിക്കൊണ്ടോ ഒരു പ്രത്യക്ഷ നിലപാട് എടുത്തിട്ടില്ല. ഇന്ത്യക്കകത്തുള്ള പല RSSൽ പെടാത്ത, പരിവാർ സംഘടനകളിൽ പെടാത്ത പല തീവ്ര ഹിന്ദു സംഘടനകളും ഇപ്പോഴും ഈ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് നേരെ വെടിവെക്കുകയും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് BJPയുടെയോ RSSൻ്റെയോ നേരെ കൊണ്ടുപോയി ഇടണം എന്ന് നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ ഇടാം. പക്ഷെ അവരതിന് യഥാർത്ഥത്തിൽ ഇതുവരെ അത്തരമൊരു കാര്യത്തിന് RSSൻ്റെ സർസംഘചാലകോ അല്ലെങ്കിൽ BJPയുടെ പ്രസിഡന്റോ പാർട്ടിയോ ഒന്നും തന്നെ അതിനെ അനുകൂലിച്ചിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു നിർദ്ദേശം ഒരാൾക്കും കൊടുത്തിട്ടുമില്ല. പക്ഷെ അവരുടെ അണികൾ അത് ചെയ്യുന്നുണ്ട്. അതായത് അവർ ബോധവാന്മാരാകണ്ടേ? ബോധവാന്മാരാണ്. കാരണം ഇന്ത്യ പോലൊരു രാജ്യത്ത് പല തരത്തിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളും ജാതി സമവാക്യങ്ങളും മത സമവാക്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ ഏതൊരു പാർട്ടിക്കകത്തും തീവ്ര നിലപാടുള്ളവരും അല്ലാത്തവരും ഒക്കെ ഉണ്ടാകും. ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ശക്തമായ നേതൃത്വത്തിൻ്റെ ശക്തമായ നേതൃത്വം മുൻകൈ എടുത്തുകൊണ്ട് നിലപാടുകളെ ഉറച്ച രീതിയിൽ കൊണ്ടുപോവുകയും അണികളെ മറ്റു രീതിയിലേക്ക് കൊണ്ടുപോകാതിരിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ്. തീർച്ചയായിട്ടും ഇപ്പൊ ഈ ഒരു അവസരത്തിൽ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയത്ത് നമുക്ക് പറയാനുള്ളത്, ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം യുനെസ്കോന്റെ ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിലെ ജനങ്ങളെ ഏതൊക്കെ തരത്തിലേക്ക് കൊണ്ടുപോകും, പാകിസ്ഥാന്റെ ഒരു നുഴഞ്ഞുകയറ്റം ഉണ്ടാകുമോ എന്നൊക്കെയുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഹസീന എത്ര നാൾ ഇന്ത്യയിൽ തുടരും, ഹസീന തിരിച്ച് ബംഗ്ലാദേശിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ പോകുമോ, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്.
എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടിയാലോചിച്ച് കേന്ദ്രം തീരുമാനങ്ങൾ എടുക്കുമായിരിക്കാം. വരും ദിവസങ്ങളിൽ എന്താകും ഈ ഒരു നിലപാടിൽ, ഈ ഒരു താക്കീതിൽ ഇന്ത്യ നൽകുന്ന മറുപടി എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്.